ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയ കുറെ വാർത്തകൾ വരുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഇപ്പം കേൾക്കുന്ന ഹോട്ടായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സ്പീഡിലൊന്ന് പറഞ്ഞുവിടാം. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് ആന്റണി ടു റിയൽ ബെറ്റിസ് ലോൺ ഡീൽ ഇറ്റ്സ് ഡൺ. ആന്റണി അടുത്ത 6 മാസത്തേക്ക് ഇനി ലലീഗയിൽ വിളയാടും. ഇനി ആന്റണിയുടെ വിളയാട്ടം ഇങ്ങനെ ലലീഗയിൽ റയൽ ബെറ്റിസിൽ വിക്ടർ റോക്കിന്റെ ഒക്കെ ഒപ്പം ആന്റണിയെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് ആണ് ആൾ വരുന്നത്. ഓപ്ഷൻ ടു ബൈയോ മെറ്റോ ഒന്നുമില്ല. സോ സ്ട്രെയിറ്റ് ലോൺ ഡീലാണ്. മെജോറിറ്റി ഓഫ് ദ വേജസും ബെറ്റിസ് കവർ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്തായാലും നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ആളുടെ കരിയർ സോഫാർ വൺ ഓഫ് ദ ഫ്ലോപ്പസ്റ്റ് സൈനിങ്സ് ആയിരുന്നു. ടെന്നാഗ് ഹിസ്റ്ററിയിൽ തന്നെ, ടെന്നാഗിന്റെ അണ്ടറിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് സൈനിങ് എന്ന് വേണേൽ പറയാം. പൈസ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ. സോ ഒബ്വിയസ്ലി നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. മേ ബി ഒരു ചേഞ്ച് പുള്ളിക്ക് നല്ലതായിരിക്കാം. അതുപോലെ തന്നെയാണ് ആന്റണിയുടെ പാർട്ണർ ഇൻ ക്രൈം മാർക്കസ് റാഷ്ഫോർഡ്. നമുക്കറിയാം ഒരു സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫേസ് ആയിരുന്നു. റൂബൻ അമോറിയം വന്നതിന് ശേഷം പുള്ളി പ്രോജക്റ്റിലേ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മാച്ചുകളിൽ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം റൂബൻ അമോറിയമിനോട് പ്ലെയറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നെ ട്രെയിനിങ്ങിൽ ഇംപ്രസ് ചെയ്യുന്നില്ല, അഥവാ എൻ്റെ പ്രോജക്റ്റിൽ നിന്ന് റാഷ്ഫോർഡ് ഔട്ടാണ്. സോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുള്ള രീതി കിട്ടും. സോ മാർക്കസ് റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ ഇപ്പം കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ഓഫ് വൈൽഡ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബൊറുസിയ ഡോർട്ട്മുണ്ട് സീരിയസ്ലി കാര്യങ്ങൾ ഒന്ന് സെറ്റപ്പ് ചെയ്യുവാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂറിസാനി സാക്ക് ആവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ടെൻഹാഗ് റീപ്ലേസ്മെന്റ് ആവുമെന്ന് കേൾക്കുന്നുണ്ട്. ആൻഡ് പറ്റുവാണെങ്കിൽ കാര്യങ്ങൾ നീങ്ങുവാണെങ്കിൽ എല്ലാം സെറ്റപ്പ് ചെയ്ത് നിൽക്കുവാണെന്നാണ് കേൾക്കുന്നത്. ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ലോൺ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ആഴ്ചയിൽ തേഴ്സ്ഡേ തന്നെ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്ത് റാഷ്ഫോർഡിനെ അനൗൺസ് ചെയ്യാനായിട്ട് വരെ ബൊറുസിയ ഡോർട്ട്മുണ്ട് റെഡിയാണ്. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് അവിടുത്തെ എടുത്ത് തുടങ്ങിയത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പോഴും ബാർസലോണയോട് ചെറിയ ഇൻട്രസ്റ്റ് ആണ് നീക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് പേഷ്യൻസ് റൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ബാർസലോണയുടെ കാര്യത്തിലോട് വരുമ്പോൾ ബാർസലോണ എറിക് ഗാർഷ്യനെ ഇപ്പോൾ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. 20 മുതൽ 30 മില്യൺ ഇടയ്ക്കാണ് ചോദിക്കുന്നത്. സോ എറിക് ഗാർഷ്യയുടെ സെയിൽ നടക്കുവാണെങ്കിൽ റാഷ്ഫോർഡിനെ ബാർസലോണയ്ക്ക് 6 മന്ത്സ് ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ വെക്കുമെന്നാണ് കേൾക്കുന്നത്. സോ ആ ഒരു ഡീലിൽ കൊണ്ടുവരാനായിട്ട് ബാർസലോണയും അതുപോലെ തന്നെ ഡോർട്ട്മുണ്ടും 6 മന്ത്സ് ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് വേണ്ടിയാണ് റാഷ്ഫോർഡിനെ നോക്കുന്നത്. ആൻഡ് റിപ്പോർട്ടുകൾ പ്രകാരം മെജോറിറ്റി ഓഫ് ദ വേജസ് ഈ രണ്ട് ക്ലബ്ബുകളും, അതായത് ഡോർട്ട്മുണ്ടും കവർ ചെയ്യാൻ റെഡിയാണ്, ബാർസലോണയും കവർ ചെയ്യാൻ റെഡിയാണ്. പാർട്ട് ഓഫ് ദ വേജസ് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കവർ ചെയ്യേണ്ടി വരും. റാഷ്ഫോർഡിന്റെ താല്പര്യം ബാർസലോണ തന്നെയാണ്. പക്ഷേ ഹീസ് റണ്ണിങ് ഔട്ട് ഓഫ് പേഷ്യൻസ്. സോ ബാർസലോണ എറിക് ഗാർഷ്യ ഡീല് പുള്ളി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി ഇല്ല. സോ അങ്ങനെ ഇരിക്കും അടുത്ത ദിവസങ്ങളിൽ മാർക്കസ് റാഷ്ഫോർഡ് പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ബൊറുസിയ ഡോർട്ട്മുണ്ട് ഡീൽ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഹീസ് മൂവിങ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് വിടുമെന്നാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങോട്ട് മാർക്കസ് റാഷ്ഫോർഡ് പോകുന്നു. എന്തായാലും ബാർസലോണ ആർ സ്റ്റിൽ ഇൻ ദ റേസ്. ബാർസലോണ എറിക് ഗാർഷ്യയുടെ സെയിലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഴ്സണലി 6 മന്ത്സ് ലോൺ ഓക്കെ പെർമനന്റ് ആക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. ബാർസലോണ എറിക് ഗാർഷ്യനെ സെല് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇഫ് ട്രിൻകാവ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പുള്ളിയുടെ 20 മില്യൺ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. കാരണം മാർക്കസ് റാഷ്ഫോർഡിനേക്കാൾ വർക്ക് ലോഡ് കിട്ടും. ആൻഡ് നമുക്കൊരു പെർമനന്റ് സൈനിങ് ആണ്. എന്തായാലും റാഷ്ഫോർഡിന് വേണ്ടി 30-40 മില്യൺ മിനിമം യുണൈറ്റഡ് ഡിമാൻഡ് ചെയ്യും. സോ 20 മില്യൺ കൊടുത്ത് ഇപ്പം നമ്മൾ ആ എറിക് ഗാർഷ്യയുടെ നമ്മൾ 1:1 റൂളാണ്. അതായത് എറിക് ഗാർഷ്യയിൽ നമ്മൾ എന്തുണ്ടാക്കുന്ന ഫുൾ പ്രോഫിറ്റ് ആയിരിക്കും. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സോ എറിക് ഗാർഷ്യ നമ്മൾ 20 മില്യൺ വിട്ടാൽ 20 മില്യൺ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ റാദർ ദാൻ സ്പെൻഡിങ് ഇറ്റ് ഓൺ റാഷ്ഫോർഡ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ ട്രിൻകാവിന്റെ റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു പെർമനന്റ് പ്ലെയറിനെയും കിട്ടും. ആൻഡ് ട്രിൻകാവ് മോശമായിട്ടുള്ള ഒരു സൈനിങ്ങും ആയിരിക്കത്തില്ല. സോ അവിടുന്ന് നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റെനേറ്റോ വേഗ, നമുക്കറിയാം ചെൽസിയുടെ ഡിഫൻഡർ, താരത്തിന് റെഗുലർലി സെൻറ്റർ ബാക്ക് കളിക്കണം. അതുകൊണ്ട് താനാണെങ്കിൽ ഒരു മൂവ് പുഷിയാണ്. താരത്തിന് പെർമനന്റ് ആയിട്ട് നീങ്ങാൻ ആഗ്രഹമില്ല. ലോൺ ഡീലിന് ബൊറുസിയ പോകാൻ താല്പര്യമുണ്ടെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ബൊറുസിയ ഡോർട്ട്മുണ്ടായിട്ട് പേഴ്സണൽ ടൈംസിൽ അഗ്രി ചെയ്ത് നിൽക്കുകയാണെന്നും വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റെനേറ്റോ വേഗയ്ക്ക് വേണ്ടി യുവൻറ്റസ് എൻട്രി ചെയ്തതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. യുവൻറ്റസ് നമുക്കറിയാം അറോഹോ ഡീലിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയി. അറോഹോ ബാർസലോണ പുതിയ കോൺട്രാക്ട് ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഡൺ. അടുത്ത ആഴ്ച ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അറോഹോ ഇല്ല. സോ റെനേറ്റോ വേഗയ്ക്ക് മേ ബി സെൻറ്റർ ബാക്ക് റോൾ കളിക്കാനായിട്ടൊരു അവസരം യുവൻറ്റസ് കൊടുക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ആൻഡ് യുവൻറ്റസ് സീരിയസ്ലി റെനേറ്റോ വേഗയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും ഡീൽ പുഷ് ചെയ്യുന്നുണ്ടെന്ന രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. യുവൻറ്റസ് പെർമനന്റ് ഡീലിനാണ് വേഗേനെ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ വെച്ചെടുക്കാനാണ് താല്പര്യമെന്ന് കേൾക്കുന്നു. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് യുവൻറ്റസ് ക്യാമ്പിയാസോ, നമുക്കറിയാം സിറ്റിയായിട്ട് ഇപ്പം സീരിയസ് ലിങ്ക്സ് കേൾക്കുന്നുണ്ട്. സോ യുവൻറ്റസ് ഇപ്പം മറ്റൊരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. മറ്റാരുടെ ലോയിഡ് കെല്ലിയുടെ കാര്യം, ന്യൂകാസിലെ പ്ലെയർ. സോ ലോയിഡ് കെല്ലിയുടെ കാര്യം പറയാനായിട്ടാണ് ആൾക്ക് 30 മില്യൺ ന്യൂകാസിൽ ആവശ്യപ്പെടുന്നതെന്നും യുവൻറ്റസ് അത് കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ലോയിഡ് കെല്ലിനെ യുവൻറ്റസ് എത്തിക്കുകയോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ അടുത്ത ഒരു മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നെയ്മറിന്റെ കാര്യത്തിലാണ്. ഒരു ഹോട്ട് ടോപ്പിക്കായി ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നെയ്മറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നെയ്മർ ടു സാന്റോസ് ഈ ജാനുവരി നടക്കാനായിട്ടുള്ള സാധ്യത കൂടി വരുവാണ്. 2025 വരെയാണ് നെയ്മറിന്റെ കോൺട്രാക്ട് ഉള്ളത് അൽ ഹിലാലിന്റെ. ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ പുള്ളി ഫ്രീ ഏജന്റ് ആണ് ജൂൺ ആകുമ്പോഴേക്കും. സോ
നെയ്മർ നെക്സ്റ്റ് 6 months AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കും. പക്ഷേ സൗദി പ്രോ ലീഗിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. പുള്ളിക്ക് ഇപ്പം ജനറൽ മാച്ച് കളിക്കാനായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ല എന്ന് അൽ ഹിലാൽ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട് കോച്ച്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പുള്ളി അൽ ഹിലാലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അധികം പോസിറ്റീവ് അല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അൽ ഹിലാൽ പുതിയൊരു കോൺട്രാക്ട് പുള്ളിക്ക് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. സോ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ഫ്രീ ഏജന്റാണ്. സോ അടുത്ത 6 മാസത്തേക്ക് പുള്ളിനെ ഒരു ലോണിന് സാന്റോസിലോട്ട് വിടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി നിൽക്കുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അൽ ഹിലാൽ വേജസ് ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ, കുറച്ച് വല്ലതായിരിക്കും സാന്റോസ്, ബട്ട് ഫുള്ളും ആളാണെങ്കിൽ അവിടെ കവർ ചെയ്യും. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അൽ ഹിലാൽ തന്നെ കവർ ചെയ്യും ആളുടെ ഹ്യൂജ് വേജസ്. സോ അടുത്ത 6 മാസത്തേക്ക് അൽ ഹിലാലിൻ്റെ പേറോൾ തന്നെ ആയിരിക്കും. പക്ഷേ ആൾക്ക് തിരിച്ച് ബ്രസീലിൽ പോയി കളിക്കാനായിട്ട് സാധിക്കും. ബൈ ദി എൻഡ് ഓഫ് ദ സീസൺ ഫ്രീ ഏജന്റാണ്. പിന്നെ വേണേൽ ബ്രസീലിൽ അടുത്ത 6 മാസത്തേക്കൂടെ ആൾക്ക് വേണേൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക, അതൊന്നുള്ളൊരു വിഷയമല്ല. സോ അടുത്ത 6 മാസം ലോണിന് പുള്ളി അങ്ങോട്ട് പോവാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അപ്പോൾ ഈ നെയ്മർ അങ്ങോട്ട് പോകുമ്പോഴേക്കും അൽ ഹിലാൽ ഈസ് പ്ലാനിങ് ബിഗ് എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ദേ ആർ പ്ലാനിങ് ഫോർ റോഡ്രിഗോ ആൻഡ് സല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. നെയ്മറിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് നെക്സ്റ്റ് സമ്മർ വിൻഡോയിൽ സലേനെയോ റോഡ്രിഗോ ഈ 2 ഓപ്ഷനിൽ ഒരാൾ എത്തിക്കാനായിട്ട് അവർ നീങ്ങിക്കാന്ന് കേൾക്കുന്നു. സല നമുക്കറിയാം ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. റോഡ്രിഗോ ഹസ് ഓഫ് നൗ റയലിന്റെ സ്ഥിരം സ്റ്റാർട്ടറാണ്. പക്ഷേ നെക്സ്റ്റ് 6 months കാര്യങ്ങളെല്ലാം മാറി പറയാം, ഒന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് നീങ്ങുന്നത്. സോ റോഡ്രിഗോയും സലയിലും ആയിരിക്കും. സല ഈ 2 ഓപ്ഷൻസിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പറ്റുവാണെങ്കിൽ 2 പേരെ എത്തിക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അല്ലെ സലയാണ് റിയലിസ്റ്റിക്കലി പിന്നെ അവൈലബിൾ ആയിട്ടുള്ള. റോഡ്രിഗോ എന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. മണി ടോക്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബസ് ഓഫ് നൗ റോഡ്രിഗോ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പെറസ് റീ എലക്റ്റഡ് ആയിട്ടുണ്ട്. തിരിച്ച് റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ആരും എതിരെ നിന്നിട്ടില്ല. സോ പുള്ളി റീ എലക്റ്റഡ് ആയിട്ടുണ്ട്. സോ അവിടെ നമ്മൾ അടുത്ത റിപ്പോർട്ടിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബോള നമുക്കറിയാം ലിസ്ബൺ ബേസ്ഡ് ന്യൂസ് പേപ്പറാണ്. സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ പ്ലേയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവർ ഓൾമോസ്റ്റ് റിലയബിൾ ആയിട്ടൊരു സോഴ്സാണ്. സോ ആസ് പെർ ദ റിപ്പോർട്ട്സ് നമുക്കറിയാം ഡിമോണ്ടെ ഒരു ക്വസ്റ്റിന്റെ സെന്റർ ബാക്ക് ആയ ഡിമോണ്ടെ അവരുടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. യൂറോപ്പിലുള്ള എല്ലാ ടോപ്പ് ക്ലബ്ബുകളും ഇന്റർണലി ഡിസ്കസ് ചെയ്യുന്ന പ്ലെയറാണ്. പുള്ളി ഗുഡ് ഓൺ ദ ബോൾ ആണ്, ഏരിയയിൽ സൗണ്ട് ആണ്, ഡിഫൻസീവ്ലി സോൾഡ് ആണ്, എല്ലാം ഉണ്ട്. സോ പുള്ളിയിൽ ചെൽസിയും യുണൈറ്റഡും ആർസണലും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ബോൾ വരുന്നുണ്ട്. ഇവർ 3 ക്ലബിനെയും മിനിമം 41 million pounds 51 million pounds ആണ് നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലിസ്ബൺ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. 41 million poundsന് താഴെ കൊടുക്കത്തില്ല എന്നുള്ളൊരു വാശിയിലുമാണ് കേൾക്കുന്നത്. സോ 51 million poundsന് ബിഡിംഗ് വാർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലിവർപൂൾ കിമ്മിച്ചിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കിമ്മിച്ചിന്റെ ഏജന്റുമായിട്ട് ടോക്സും ലിവർപൂൾ നടത്തിയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ കിമ്മിച്ച് ഫ്രീ ഏജന്റ് ആണ്. ഇതുവരെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അവിടെ മുസിയാലിനെ ഡേവിസിന്റെ എക്സ്റ്റൻഷൻ അവർ സെറ്റാക്കി. ബട്ട് കിമ്മിച്ചുമായിട്ട് ഇതുവരെ ഡീൽ അഗ്രി ചെയ്തിട്ടില്ല. കിമ്മിച്ചിൽ ബാർസലോണയ്ക്ക് ഇൻട്രസ്റ്റ് ആണെന്ന രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂളാണ് ഇപ്പം ടോക്സ് നടത്തിയിരിക്കുന്നത്. ലിവർപൂൾ നെക്സ്റ്റ് സീസൺ ഫ്രീ ഏജന്റായിട്ട് 29 വയസ്സുകാരനെ കൊണ്ടുവരാനായിട്ട് റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അസ് ഓഫ് നൗ ഒന്നും ഡൺ അല്ല, ജസ്റ്റ് ടോക്സ് നടത്തി. സ്റ്റിൽ ബയൺ മ്യൂണിക്ക് കിമ്മിച്ചിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കിമ്മിച്ചിന് മുമ്പിൽ കോൺട്രാക്ട് അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ടെഡസ്കാനെ ലാസ്റ്റ് ദിവസം ബെൽജിയം ടെഡസ്കാന്നാന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ അതേന്ന് തോന്നുന്നു ടെഡസ്കാതെ ബെൽജിയം സാക്ക് ചെയ്തിരുന്നു. സോ ബെൽജിയത്തിൻ്റെ നാഷണൽ ടീമിൻ്റെ പുതിയ കോച്ചായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് ലോപ്പറ്റെഗിനെയാണെന്നാണ് കേൾക്കുന്നത്. ഓൾറെഡി ടോക്സ് തുടങ്ങി. ഏത് നിമിഷം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോപ്പറ്റെഗി നമുക്കറിയാം റീസെന്റ് ആണ് വെസ്റ്റ് ഹാം ജോബിൽ നിന്ന് സാക്കായത്. വെസ്റ്റ് ഹാമിന് വെച്ച് ഒരു ദുരന്തം സ്റ്റാർട്ടായിരുന്നു. ആറ് ഒരു ദുരന്തം പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പം ബെൽജിയം നാഷണൽ ടീം ജോബ് ആൾക്ക് വരുവാണ്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഡഗ്ലസ് ലൂയിസിൽ സിറ്റി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ കാര്യം ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഡഗ്ലസ് ലൂയിസിന് വരാൻ ആഗ്രഹമുണ്ട്, സിറ്റിക്കും താല്പര്യമുണ്ട്, യുവൻറ്റസിന് വിടാനും താല്പര്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിറ്റിക്ക് 6 months ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഉൾപ്പെടുത്താനായിട്ടാണ് താല്പര്യം. ഈവൻ ഓപ്ഷൻ ടു ബൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 6 months ലോൺ അവരൊരു താൽക്കാലിക റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അതേസമയത്ത് യുവൻറ്റസിന് ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ബൈയോ ഇത് രണ്ടിലേതേ അവർ സമ്മതിക്കത്തുള്ളൂ. അവർ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്ക് വിൽക്കത്തില്ല എന്നാണ് ഡേവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സിറ്റി കാര്യങ്ങൾ അതുപോലെ സിറ്റി ഓൾറെഡി സൈനിങ്സിൽ കുറേ നടത്തിയിട്ടുണ്ട്. സോ ഡഗ്ലസ് ലൂയിസ് അവർ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഡെലെ അലി ഒഫീഷ്യൽ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ഫൈനലി ഒരു ഒഫീഷ്യൽ കോൺട്രാക്ട് ആൾക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം കോമോയോടൊപ്പം ആൾ ഡിസംബറിൽ ട്രെയിനിങ്ങും മറ്റുമൊക്കെ തുടങ്ങിയിരുന്നു. സോ ട്രെയിനിങ്ങിൽ ആൾ ഇംപ്രസ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. സോ FC കോമോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെലെ അലിക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. 2025 എൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 1 more year എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ 2026 ജൂൺ വരെ ഒരു കോൺട്രാക്ട് ആൾ FC കോമോ ആയിട്ട് ഒഫീഷ്യലി സൈൻ ചെയ്തിരിക്കുകയാണ്. ഫബ്രീസിയോ റൊമാനോയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് ന്യൂസ് ഫോർ ഫുട്ബോൾ ഫാൻസ് അല്ലേ. സോ ഇതൊക്കെയാണ് ഓവറോൾ ട്രാൻസ്ഫർ വഴി നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ.